पहलगाम अटैक है, वो टेररिस्ट है, हम मानते हैं। आई एम इंडियन, दे आर ऑल इंडियन, वी आर ऑल इंडियन, ऑल इंडियन। हम हिंदुस्तानी हैं, हम हिंदुस्तानी रहेंगे, हम हिंदुस्तानी मरेंगे, हम हिंदुस्तान में ही मरेंगे। जो टेररिस्ट है वो टेररिस्ट है। जिन लोगों ने क्या सोली पे चढ़ाओ, हम साथ देंगे, फांसी पे लटको, लेकिन कश्मीरियों को टारगेट मत करो। उन्होंने ये अटैक कश्मीरियों पे किया है। कोई अपने रोजगार को मार सकता है, टूरिस्ट हमारे भाई है, हमारी जान है, बस, लेकिन कश्मीर को टारगेट मत करो बस। തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം മുറാനിൽ നിന്ന് ആദിൽ പാലോട്, ബൈസറൺ വാലിയിൽ നിന്ന് നോബിൾ ബാരിക്കാരൻ, ഷോപ്പിയാനിൽ വീട് തകർത്ത് അടക്കമുള്ള വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ജോയ്സ് ഡാനിയേൽ, ഒപ്പം VS രഞ്ജിത്ത് എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം ആദിൽ പാലോഡിലേക്ക്. ആദിൽ പാലോഡ്, മുറാനിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വാചകവും ഞാൻ ഹിന്ദുസ്ഥാനിയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ വീട് തകർന്ന ഇടത്ത് നിന്നുകൊണ്ട് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ രാജ്യത്തിനൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറയുന്ന കശ്മീരികളെയല്ലേ ആദിൽ നമ്മളവിടെ കാണുന്നത്? ഈ വീട് തകർക്കലടക്കമുള്ള നടപടികളുമായി സൈന്യം മുന്നോട്ട് പോവുകയല്ലേ? വീട് തകർക്കുന്ന നടപടികളുമായി സൈന്യം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം 2 ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം അത് മുറാനിൽ നിന്നാണ്. പുൽവാമ ജില്ലയിലെ മുറാൻ എന്ന മേഖലയിലാണ് ഈ വീടുള്ളത്. ഈ വീട് അഹ്സാനുൽ ഹക്ക് ഷെയ്ഖ് എന്നു പേരുള്ള ഒരു ഭീകരൻ്റേതാണ്. ഭീകരവാദത്തിന് പോയി വീടുകാരുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. 2-2.5 വർഷമായി ഇവിടെ എത്തുകയോ പരിസരവാസികൾ കണ്ടിട്ടോ ഇല്ല അഹ്സാനെ. കഴിഞ്ഞ ദിവസം ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു ശേഷമാണ് ഇത് സംബന്ധിച്ച് ഈ ബന്ധമുണ്ട്, മിലിറ്റൻ്റ് ആണ് എന്ന വിവരം ഈ നാട്ടുകാർ തന്നെ അറിയുന്നത് എന്നാണ് നാട്ടുകാർ നേരത്തെ പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. സുജയ, ഇന്നലെ രാത്രിയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ഉഗ്ര ശബ്ദത്തിലുള്ള 2 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഉഗ്ര ശബ്ദത്തിൽ 2 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഈ 2 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് വരെ ഇതിൻ്റെ ശബ്ദം കേട്ടു, പ്രതിധ്വനി ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എത്ര വലുതാണെന്നുള്ളത് ഈ പരിസരത്തെ വീടുകളുടെ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പരിസരത്തെ തൊട്ട് പിന്നിലുള്ള ഒരു വീടാണ്. ഈ തകർത്ത വീടിൻ്റെ പിൻഭാഗത്തുള്ള വീടാണ്. അതിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇനി അവിടെ താമസിക്കുക സാധ്യമാണോ എന്നറിയാത്ത രൂപത്തിലുള്ള പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വീട് തകർക്കുമ്പോൾ പരിസരവാസികൾ കൂടി വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു അച്ഛനോ അമ്മയ്ക്കോ ഒരു തരത്തിലുള്ള ബന്ധവും അഹ്സാനുമായി ഉണ്ടായിരുന്നില്ല. പക്ഷേ വീട് തകർക്കുന്നത് അംഗീകരിക്കാനാകുമോ എന്ന ചോദ്യം കശ്മീരികളായ സാധാരണ ആളുകൾ ചോദിക്കുന്നുണ്ട്. നേരത്തെ ചില പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. ഞങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത് എന്നാണ് സാധാരണ കാശ്മീരി പൗരന്മാർ ഇവിടെ നിന്ന് നമ്മളോട് പ്രതികരിക്കുന്നത്. നമ്മൾ ഹിന്ദുസ്ഥാനികളാണ്, ഇന്ത്യക്കാരാണ്, ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ ഒന്നാണ്. പക്ഷേ ചില ആതങ്കവാദികൾ, ഈ ഭീകരവാദികൾ വന്നാൽ അവരെ കൊല്ലുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യം, കേൾക്കുന്ന സംഭാഷണം അതാണ്. നോക്കി ദൃശ്യങ്ങൾ കാണാം. ഈ പരിസരത്തെ വീടൊക്കെ മുഴുവനായി തകർന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ തന്നെ ഇവിടെ എത്തി ഇവരുടെ ബന്ധുക്കളെ പലരെയും ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ അഹ്സാൻ്റെ സഹോദരനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ തന്നെ പരിസരവാസികൾക്ക് മാറിപ്പോകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പലരും സാധന സാമഗ്രികളെടുത്ത് മറ്റു ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ ഉഗ്ര ശബ്ദത്തിലുള്ള 2 സ്ഫോടനങ്ങൾ നടത്തി ഈ വീട് പൊളിച്ചിരിക്കുന്നത്. പ്രാദേശിക ഭരണകൂടവും സൈന്യവും പോലീസും ഒക്കെ ചേർന്നാണ് ഈ നടപടി സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിന് സമീപത്തെ ചില വീടുകളിൽ നമ്മൾ കയറി പരിശോധിച്ചിരുന്നു. നേരത്തെ നമ്മളത് ലൈവായി കാണിക്കുകയും ചെയ്തു. അവിടെയൊക്കെ ജനൽ ചില്ലകൾ പൊട്ടി അകത്തേക്ക് ചിതറിക്കിടക്കുന്നുണ്ട്. പലയിടത്തെയും വാതിലും ജനലുമൊക്കെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. പലയിടത്തും ജനവാസം സാധ്യമല്ലാത്ത രൂപത്തിൽ ആ വീടുകൾ മാറിയിട്ടുണ്ട്. ഏതായാലും ഭീകരവാദികൾക്കെതിരെയുള്ള നടപടി തുടരുകയാണ്. ഇന്നലെ 2 പേർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 കശ്മീരി പൗരന്മാരുടെ വീടുകൾ തകർത്തിരുന്നു, പൂർണ്ണമായി തകർത്തിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒരു സ്ഫോടനമാണ് ഇന്നലെ ഇവിടെ നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. പുതുതായി നിർമ്മിച്ച വീടാണ്. 1 വർഷമോ മറ്റേ ആയിട്ടുള്ളൂ ഇവിടേക്ക് താമസം മാറി. പുതുതായി ഉണ്ടാക്കിയ വീടാണ്. ആ വീടാണ് ഉഗ്രശബ്ദത്തോടെ 2 സ്ഫോടനങ്ങൾ നടത്തി തകർത്തതായി നമ്മളിവിടെ നേരിട്ട് കാണുന്നത്. ഇവിടെ വലിയ തോതിൽ ആളുകൾ കൂടിയിട്ടുണ്ട്. ഇവിടെ ആളുകളെയൊക്കെ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ ആ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. വലിയ തോതിൽ ആളുകൾ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് എത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാനാകും. ഏതായാലും ഭീകരവാദികൾക്കെതിരെയുള്ള സർക്കാരിൻ്റെ നടപടി, കേന്ദ്ര സർക്കാരിൻ്റെ നടപടി, സൈന്യത്തിൻ്റെ നടപടി അത് തുടരുകയാണ്. ഇതിന് സമാനമായി ഭീകരരുമായി സഹകരിക്കുന്നവർ, ഭീകരരുടെയൊക്കെ വീടുകൾ തകർക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകും എന്നതാണ് നമ്മൾ നിലവിൽ അറിയുന്നതും. സുജയ.